ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുമുൻപിൽ നമസ്കരിക്കും. ദൈവത്തിൻ്റെ ന്യായവിധി ചൊരിയുന്ന 7 ക്രോധ കലശങ്ങൾ ഭൂമിമേൽ വീഴുന്നതിന് മുൻപായിട്ട് സ്വർഗത്തിൽ നടക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് യോഹന്നാൻ ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ആ ദൈവക്രോധത്തിൻ്റെ കലശങ്ങൾ തുറക്കപ്പെടുന്നതിന് മുൻപായി സ്വർഗത്തിൽ ഒരു വലിയ ആരാധന നടക്കുന്നു. ആ ആരാധനയിൽ അവർ പാടുന്ന 2 പാട്ടുകൾ, ഒന്ന് മോശയുടെ പാട്ട്, ഒന്ന് കുഞ്ഞാടിൻ്റെ പാട്ട്. സർവശക്തിയുള്ള ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്, സകലത്തിൻ്റെയും ഉടയവനാണ്. എന്നാൽ അവൻ തൻ്റെ ആ അത്ഭുതകാരുണ്യം കാണിച്ച് തൻ്റെ ജനത്തെ മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുകയും ചെങ്കടലിനെ പിളർത്തി അക്കരെ എത്തിക്കുകയും ചെയ്ത ആ വലിയ വർണ്ണനയാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വിടുതലിൻ്റെ പാട്ട്. മാത്രമല്ല, ആവർത്തന പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ മോശയോട് ദൈവം പറയുന്നുണ്ട്: നീ ഒരു പാട്ട് എഴുതി ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക. തലമുറ തലമുറയായി അത് അവർക്ക് നിത്യജ്ഞാപകമായിരിക്കണം. അവർ ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയേണ്ടതിന് അവരെ ഈ പാട്ട് ചൊല്ലി പാടി കേൾപ്പിച്ച് അവരെ കാണാതെ പഠിപ്പിക്കുവാനുള്ള നിർദ്ദേശം ദൈവം മോശയ്ക്ക് കൊടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ അതിൻ്റെ ഒരു സമ്മറി എന്നോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്: കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നീ യോഗ്യനാണ്. സൃഷ്ടിതാവായ ദൈവത്തെ അവൻ്റെ യോഗ്യതകൾക്കായി സ്തുതിക്കുന്ന ഒരു പാട്ട്. അതോടൊപ്പം 5-ാം അധ്യായത്തിൽ വേറൊരു പാട്ട് നാം കാണുന്നുണ്ട്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ: പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത കാൽവറി ക്രൂശിൽ തൻ്റെ മരണത്തിലൂടെ സാധിപ്പിച്ചെന്ന ആ വലിയ രക്ഷ നിമിത്തമായിട്ട് ആ കർത്താവായ യേശുക്രിസ്തു സകല ബഹുമാനത്തിനും സ്തോത്രത്തിനും സ്തുതിക്കും യോഗ്യനായി തീർന്നു. അതോടൊപ്പം ആ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആ വലിപ്പം, സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതോർത്ത് നിത്യത മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നതായ അനുഭവം. ഇന്ന് പകൽക്കാലം നമ്മോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തിലും ഈ ദൈവത്തെ, നമ്മെ സൃഷ്ടിച്ചവൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. മാത്രമല്ല, അവൻ നമ്മെ വീണ്ടെടുത്തു. തൻ്റെ ചങ്കിലെ ചോര വിലയായി കൊടുത്ത്, മറുവിലയായി കൊടുത്ത് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതിനെ ഓർത്ത് ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇന്ന് പകലിൽ ആ ചിന്തകൾ നമ്മെ നയിക്കട്ടെ. ദൈവത്തെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരുമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ.
ഗോഡ് ബ്ലെസ് യു.